നമ്മൾ രാമലിംഗേശ്വര ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് കണ്ടു. അതിൻ്റെ തൊട്ടടുത്ത് ഒരു മലമുകളിൽ വേറൊരു ടെമ്പിളുണ്ട്. 600 സ്റ്റെപ്സ് കയറിയിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് പോകാൻ. ഈ രാമലിംഗേശ്വര ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിന് തൊട്ടുകൂടെ തന്നെ ഒരു താമരക്കുളമുണ്ട്. ഇതിൻ്റെ അടുത്തു കൂടെ നടന്നു പോയിട്ട് വേണം നമുക്ക് ഈ മലമുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പുറകെ കാണുന്നതാണ് അങ്ങോട്ടുള്ള കവാടം. നോക്കാം അവിടെ എന്താണുള്ളത്. ഇതുപോലുള്ള 600 സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമുക്ക് ആ മലമുകളിലുള്ള ടെമ്പിളിലേക്ക് എത്താൻ. പോയി നോക്കാം. ശരിക്കും നമ്മളിപ്പോൾ ഇതിലെ വരുന്നൊരു പുള്ളിനോട് ചോദിച്ച് മനസ്സിലാക്കി പറയാൻ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥലം, അതായത് ഈ ഒരു മല ആവണിബെട്ട അല്ലെങ്കിൽ ലവകുശബെട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വാൽമീകിയുടെ വാസസ്ഥലമായിരുന്നെന്നും രാമായണവുമായിട്ട് ഈ സ്ഥലം ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം സീതാദേവി ഭൂമിക്കടിയിലേക്ക് പോയതും സീതാദേവിക്ക് ലവകുശ എന്ന് പറയുന്ന 2 മക്കളുണ്ടായതും എല്ലാം ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് എന്നാണ് ഐതിഹ്യം. നമ്മൾ ഈ 600 സ്റ്റെപ്പ് കയറിയിട്ട് കാണാൻ പോകുന്നത് സീതാദേവിയുടെ ഒരു ക്ഷേത്രമാണ്. ഈ ഒരു ഹിൽ ടോപ്പിന് മുകളിലായിട്ട് കയറിച്ച് ഒരു വഴിക്കാവുന്നുണ്ട്. ആദ്യം ദുർഗാപേട്ടയിലെ ട്രക്കിങ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ക്ഷീണവും പിന്നെ ഈ സ്റ്റെപ്പ് കയറിയപ്പോഴുള്ള, പക്ഷേ പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ. നല്ലോണം റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കയറുന്നത്. കാരണം 1 മണിക്കൂറിനടുത്ത് നമുക്ക് ഈ മല കയറാനുണ്ട്. ഒരുപാട് ഉരുളൻ കല്ലുകളും വലിയ വലിയ കല്ലുകളും, അതുപോലെ ഇവിടുത്തെ ഒരു ആചാരമാണോ എന്താണെന്നറിയില്ല, ആൾക്കാരിങ്ങനെ കല്ലിങ്ങനെ പെറുക്കി വെച്ച് കൂട്ടി വെക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ഈ മല ഇങ്ങനെ കയറി പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ ഒരുപാട് കൊച്ചു അമ്പലങ്ങൾ കാണാം. നമ്മളിപ്പോൾ കണ്ടത് പഞ്ചപാണ്ഡവർക്കുള്ള ഒരു ചെറിയ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. മുകളിൽ കാണുന്നതാണ് നമ്മുടെ അമ്പലം. ഇനിയും 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് കയറാനുണ്ട്. ലവകുശന്മാർ രാമൻ നടത്തിയ അശ്വമേധത്തിനെ പിടിച്ചു കെട്ടിയത് ഇവിടെ വെച്ചാണെന്നും, അതുപോലെ രാമനും ഈ ലവകുശന്മാരും തമ്മിൽ യുദ്ധം നടക്കാൻ പോയത് ഇവിടെ വെച്ചാണെന്നാണ് മിത്ത്. അങ്ങനെ നമ്മൾ ഏകദേശം 600 സ്റ്റെപ്പിനോളം കയറി അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. മുകളിൽ കാണുന്നതാണ് അമ്പലം. നമ്മൾ താഴേന്ന് വന്ന ഇത്രയും ദൂരം നമ്മൾ താഴേന്ന് വന്നു. നമ്മൾ ഈ മല കയറി ഈ അമ്പലത്തിൻ്റെ ഈ പ്രിൻസസിൽ എത്തിയ ഉടനെ നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു തണുപ്പ് വന്നു. നമ്മൾ നോക്കുമ്പോൾ ദൂരത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് മഴ ഇങ്ങനെ വരുന്നു, റെയിൻബോ. മറ്റൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ല വെയിൽ. ഇതാണ് ഈ മലമുകളിൽ നിന്ന് മഴ കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം ഒരു സൈഡിൽ നല്ല മഴ വിത്ത് റെയിൻബോ, നേരെ അപ്പുറത്ത് നോക്കുമ്പം നല്ല വെയിലും. ഒരു പ്രത്യേക കാഴ്ച തന്നെയാണത്. എൻ്റെ ഐതിഹ്യമായിട്ട് പറയുന്നത് ഇവിടെ വെച്ചിട്ടാണ് സീതാദേവി ലവകുശന്മാരെ പ്രസവിച്ചതെന്നും, അതുപോലെ തന്നെ രാമനും ലവകുശന്മാരും തമ്മിലുള്ള യുദ്ധവും അശ്വമേധത്തിനെ പിടിച്ചു കെട്ടിയതുമായ പല മിത്തുകൾക്കും അടിസ്ഥാനം ഈ ഒരു അമ്പലമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ സീതാദേവി അമ്പലത്തിൻ്റെ വിശ്വാസപ്രകാരം ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഈ കാണുന്ന മരത്തിൽ നമ്മുടെ കയ്യിലുള്ള തുണിയോ എന്തെങ്കിലും ആഭരണങ്ങളോ എന്തെങ്കിലും തൂക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യം ഇല്ലാത്തവർക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടായാലും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആവണിയിലെ 600 സ്റ്റെപ്സ് കയറി മലമുകളിലുള്ള സീതാദേവി അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ. നല്ല മഴ വരുന്നുണ്ട്. നമ്മളിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. ഈ 1 മണിക്കൂർ ഇനി തിരിച്ചിറങ്ങാനും വേണം നമുക്ക്.
ഏകദേശം തിരിച്ചിറങ്ങുന്ന വഴിക്ക് നമുക്ക് നല്ല കിടക്കം മഴ കിട്ടി. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കയറി നിൽക്കുവാണ്. ഇനി മഴയൊന്ന് തീർന്നിട്ട് വേണം നമുക്ക് ഇനിയും താഴത്തേക്ക് ഇറങ്ങാൻ. പിന്നെ നേരെ ബാംഗ്ലൂർ. സീതാദേവിയുടെ അമ്പലമൊക്കെ കണ്ടു. അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. അത് തിരിച്ച് ഇറങ്ങുന്ന വഴിക്ക് നല്ല കിടക്കം മഴ കിട്ടി. അപ്പം ഇനി റിട്ടേൺ. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.